Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറഞ്ഞു. ഏതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മള് തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നോക്കിയായിരുന്നു. അഡ്മിനിസ്റ്റർ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഏതൊക്കെയായിരുന്നു? ആഡ് ആൻഡ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ അതിനകത്ത് നമ്മൾ രണ്ട് ഡെഫിനിഷനാണ് പറഞ്ഞത്. ഹെർബർട്ട് ഐ സൈമൺ അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഡെഫിനിഷൻ, പിന്നെ ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് പറഞ്ഞ ഒരു ഡെഫിനിഷനും ആണ് നമ്മൾ പിന്നെ അതിനകത്ത് നോക്കിയത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? ആസ് എ ഈസ് ദ ഗവർണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഡ്യൂട്ടി നമ്മൾ പറഞ്ഞത്, ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ വിത്ത് ദ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലിപ്പം സങ്കീർണതയ്ക്ക് അനുസരിച്ച് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്, അതർ അഡ്മിനിസ്ട്രേറ്റീവ്, മെഡിക്കൽ സ്റ്റാഫ് എന്നിവരുമായിട്ടൊക്കെ ഒരു കോണ്ടാക്ട്, ഒരു സമ്പർക്കം ഉണ്ടായിരിക്കണം, ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക, പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസീസ്, ഓവറോൾ പോളിസികൾ പ്രിപ്പയർ ചെയ്യുക, ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുക. പിന്നെ അടുത്ത് ഇതൊക്കെ അവരുടെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. സം അഡ്മിനിസ്ട്രേറ്റർ ആർ ഇൻ ചാർജ് ഓഫ് ഹിയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്, ക്യാരിങ് ഔട്ട് എംപ്ലോയീസ് ഇവാലുവേഷൻ ആൻഡ് ഡയറക്ടിംഗ് സ്റ്റാഫ് മീറ്റിംഗ്. ഡോക്ടേഴ്സിനെ നഴ്സിനെ ഒക്കെ ഹിയറിംഗ് നിയമിക്കുന്നതിന്, എംപ്ലോയീസ് ഇവാലുവേഷൻ നടപ്പിലാക്കുന്നതിന്, സ്റ്റാഫ് മീറ്റിങ്ങുകളിൽ ഒക്കെ സംഘടിപ്പിക്കുന്ന ഡയറക്ട് ചെയ്യുന്നതിനൊക്കെ അതൊക്കെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആ പറയുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ദേ മേ ബി ഓൾസോ അക്കൗണ്ടബിൾ ഫോർ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ആൻഡ് ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ്. ഉത്തരവാദിത്തമുണ്ട് ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ, ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, ധനസമാഹരണ പരിപാടികൾക്കൊക്കെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ എന്തുണ്ട്? ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അല്ലെ? അടുത്ത ഒരു പാരഗ്രാഫ് കൂടി നോക്കിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ലാർജ് ഹോസ്പിറ്റലില് സെവറൽ അഡ്മിനിസ്ട്രേറ്ററും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റുകള് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതില് ഒരു അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും ഓവറോൾ ഇൻചാർജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇലമെന്റ്സ് പറഞ്ഞു. പിന്നെ സ്മോളർ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ചാർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻറ്റയർ ഹോസ്പിറ്റലില് മുഴുവനും ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിലായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലമെന്റ്സ് ആണ്. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് കോർബ് എന്ന് പറയുന്നത്. POSTCORB, പോസ്റ്റ് കോർബ്. അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നോക്കണം. പോസ്റ്റ് കോർബില് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, ഓർഗനൈസിങ്, ദെൻ റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇത്രയും ഇലമെന്റ്സുകളാണ്. അതെല്ലാത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നമ്മൾ നോക്കുക. P stands for പ്ലാനിങ്, O stands for ഓർഗനൈസിങ്, അങ്ങനെ എല്ലാത്തിന്റെയും നോക്കി വെക്കുക. പിന്നെ അതിനകത്ത് പ്ലാനിങ് ഫസ്റ്റ് വരുന്നതാണ്. പ്ലാനിങ് എന്ന് പറയുന്നത്, planning is the process of thinking about the activities needed to gain a desired goal. സ്റ്റോപ്പ് ആണ് അവിടെ. അതായത് നമ്മളൊരു ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്, അത് നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം എന്താണ്, അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. Thinking about the activities needed to gain a desired goal. ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. But dash is the process of thinking about the activity needed to gain a desired goal.
എന്താ പറയുന്നത്, പ്ലാനിങ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസൈഡ് ഗോൾ. അതിന്റെ ആദ്യത്തേതും ഫസ്റ്റ് ഒരു നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണെങ്കിലും നമ്മളൊരു ചെറിയ കാര്യമാണ്, ചെറിയ ഷോപ്പിംഗ് പോലും നമ്മളതൊരു പ്ലാൻ ചെയ്യും, ഒരു ആസൂത്രണം ചെയ്യും, അല്ലെ? അപ്പൊ ആദ്യം എന്താ, നമ്മൾ പ്ലാനിങ് ആണ് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അല്ലെ? എന്തിനും നമ്മളൊരു പ്ലാനിങ് നമുക്ക് വേണ്ടതാണ്. അപ്പൊ നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞിരുന്നത്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസൈഡ് റിസൾട്ട്. അത് അണ്ടർലൈൻ ചെയ്തെടുക്കുക. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ദ ഡിസൈഡ് ഗോൾ. നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഡിസൈഡ് റിസൾട്ട് എന്നാണ് കേട്ടോ, റിസൾട്ട് ആഗ്രഹിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആദ്യത്തേതും പ്രധാനമായിട്ടുള്ള പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, സംഘടിപ്പിക്കുക. ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് coordinating and allocating efforts, resource in order to execute its plans. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകള് കോർഡിനേറ്റ് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറയാം. സംഘടിപ്പിക്കുക അതാണ് മലയാളം. അപ്പൊ നമുക്ക് ആ പ്ലാൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകള് കോർഡിനേറ്റ് ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ റിസോഴ്സുകള് നമ്മളത് കോർഡിനേറ്റ് ചെയ്യലോ, റിസോഴ്സുകൾ കൊണ്ടുവരുമല്ലോ, എടുക്കണമല്ലോ. അത് ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞാൽ അത് സംഘടിപ്പിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. ഒരു സ്ഥാപനത്തിന്റെ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റിസോഴ്സുകള് കോർഡിനേറ്റ് ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. ഒരു സ്ഥാപനത്തിന് ഉള്ളിലുള്ള ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങള്, പല ഡിപ്പാർട്ട്മെന്റുകള്, പല പൊസിഷനുകള്, ആളുകള് എന്നിവയുടെ ഒക്കെ ഒരു ഘടന വികസിപ്പിക്കുന്നത് ഈ ഓർഗനൈസിംഗില് ഉൾക്കൊള്ളുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഓർഗനൈസിംഗിൽ എന്താ വരുന്നത്, ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ, ഒരു ഘടന ഡെവലപ്പ് ചെയ്യാണ്. എങ്ങനെയാ, ആർക്ക് വേണ്ടിയാ, ഫോർ പീപ്പിൾ, പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് അവരുടെ പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റുകള്, അവിടുത്തെ പ്രവർത്തനങ്ങള്, ഇതൊക്കെ അതിനൊക്കെ ഒരു ഘടന വികസിപ്പിക്കുന്നതിനെയാണ് ഓർഗനൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഡാഷ് is the coordinating and allocating a firm's resource in order to execute its plan. അങ്ങനെ ചോദിക്കാം, എന്താണ് ഓർഗനൈസിംഗ്. പിന്നെ മൂന്നാമത്തെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ്, നിയമനം, അല്ലെ? സ്റ്റാഫിനെ നമ്മൾ നിയമിക്കുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് is the process of finding the right worker, with the appropriate qualification or experience and recruiting them to fill a job position or role. എന്താ പറഞ്ഞിങ്ങനെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായ വർക്കേഴ്സിനെ കണ്ടുപിടിക്കുന്നതാണ്. വിത്ത് ദ അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ ഓർ എക്സ്പീരിയൻസ്, അതിന് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അപ്രോപ്രിയേറ്റ് അനുയോജ്യമായിട്ടുള്ള APT എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആണ്. അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള, അതിന് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻസ് ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെ, നമ്മൾ ശരിയായിട്ടുള്ള സ്റ്റാഫുകളെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നു, റിക്രൂട്ടിംഗ് ദം, അവരെ റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിയമിക്കുക. റിക്രൂട്ടിംഗ് ദം ടു ഫിൽ എ ജോബ് പൊസിഷൻ ഓർ റോൾ. ഒരു ജോലിയുടെ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു റോള് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള, അതിന്റെ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെ കണ്ടെത്തി ആ ഒരു പൊസിഷനിലേക്ക് നിയമിക്കുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ. ഇനി അടുത്തതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾ അറിയുന്നതാണ്. അതുകൊണ്ടാണ് ടോപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മനസ്സിലായല്ലോ? നമ്മൾ ഏത് പൊസിഷനിലാണ് അവിടെ ജോബ് വേക്കൻസി ഉള്ളത്, ആ പൊസിഷനിലേക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ശരിയായ ജോലിക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ ആ ഒരു പൊസിഷനിലേക്ക് നിയമിക്കുന്നു. അതാണ് സ്റ്റാഫിംഗ്. അടുത്ത് നോക്കിയേ, ഡയറക്റ്റിംഗ്. Directing is a process in which the managers direct, guide and oversees the performance of the workers to attain goals already determined. അപ്പൊ നമ്മൾ നേരത്തെ കൈവരിച്ച ലക്ഷ്യം, ഗോൾസ് ഓൾറെഡി ഡിറ്റർമിൻ, അപ്പൊ നേരത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകം നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോൾസ് അവിടെ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ്. അത് നേടുന്നതിന് വേണ്ടിയിട്ട് അതാണ് ഇതിനകം നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റാഫുകളെയൊക്കെ എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, അവരെ മേൽനോട്ടം വഹിക്കുന്നു, അവരുടെ പെർഫോമൻസുകളെ ഗൈഡ് ചെയ്യുകയും ഓവർസീസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ് അവർക്ക്. അപ്പൊ ഇതിനകം ഓൾറെഡി നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഗോൾസ് നേടുന്നതിന് വേണ്ടിയിട്ട് ആ സ്റ്റാഫിന്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുക, ഓവർസീസ് ചെയ്യുക. അതിനെയാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റിംഗ് ആണ്. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ലാസ്റ്റ് ലൈൻ, ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഒരു മാനേജ്മെന്റ് പ്രോസസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. That should be the heart of the management process. ഇതാണ് ഡയറക്റ്റിംഗ്. നെക്സ്റ്റ്, കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കോർഡിനേറ്റിംഗ് ആ പറഞ്ഞത് അല്ലെ? കോർഡിനേറ്റിംഗ് ആണ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ് ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, synchronization of the effect of group members so as to give unity of action in the pursuit of common goals. Okay, coordination is the unification എന്നുവെച്ചാൽ ഏകീകരണം. മീനിങ് അറിയില്ലാത്തവര് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കുക കേട്ടോ. യൂണിഫിക്കേഷൻ. യൂണിഫിക്കേഷൻ, ഏകീകരണം. ഇന്റഗ്രേഷൻ. അടുത്തത് ഇന്റഗ്രേഷൻ. ഇപ്പൊ ക്ലിയർ അല്ലേ? നിങ്ങക്ക് കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്റഗ്രേഷൻ, സംയോജനം. Then synchronization, സമന്വയിപ്പിക്കുക. Okay, of the effort of group members so as to give the unity of action in the pursuit ചെയ്യുക വെച്ചാൽ പിന്തുടരുക of common goals.
ഓക്കെ, ഇപ്പൊ എന്താ അതിന്റെ മീനിങ് പറഞ്ഞേ? നമ്മളൊരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങള് പിന്തുടരുന്ന പ്രവർത്തനത്തിന്റെ ഒരു ഐക്യം നൽകുന്നതിനായിട്ട് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ആ ഒരു എഫേർട്ട്, അതിന്റെ ഒരു ഏകീകരണം, അതിന്റെ ഒരു ഇന്റഗ്രേഷൻ, സംയോജനം, അതിന്റെ സമന്വയം അതാണ് പറഞ്ഞേക്കുന്നത്. കോർഡിനേറ്റ് ചെയ്യുക. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനെ എല്ലാത്തിനെയും ഒന്ന് ഏകോപിപ്പിക്കുക, ഒത്ത് ഇതാക്കുക. ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളെയും ഒക്കെ ഒന്ന് ഏകീകരിച്ച് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള മീനിങ് ആണത്. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ ഓഫ് ദ എഫക്ട് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. പൊതുവായ ലക്ഷ്യങ്ങള് അതെന്തിനു വേണ്ടിയാ? സോ ആസ് ടു ഗിവ് ദ യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് കോമൺ ഗോൾസ്. ഒരു പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തനത്തിന്റെ ഐക്യം, യുണൈറ്റി ഒരു ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി, അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫേർട്ടിന്റെ ഒരു ഏകീകരണം, സംയോജനം, സമന്വയം, അതിനെയാണ് കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് നോക്കിയ റിപ്പോർട്ടിംഗ്. Reporting means to the formal system whereby relevant and needed information is furnished to management with the help of reports continuously. The report തയ്യാറാക്കണം നമ്മളല്ലേ, നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഒരു മാനേജേഴ്സിന് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു റിപ്പോർട്ട്, എന്തൊക്കെയാണ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും എന്നുള്ളത് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ അവിടുത്തെ കാര്യങ്ങളെ എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ആ മാനേജ്മെന്റിന് വേണ്ട റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്, വേണ്ടത് എന്താണ്, അത് ആ റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിപ്പോർട്ട് മീൻസ് ദ ഫോർമൽ സിസ്റ്റം whereby the relevant needed information is furnished to management with the help of reports continuously. റിപ്പോർട്ട് എന്നത് പറയുന്നത് ഒരു ഔപചാരിക ഒരു സംവിധാനത്തിലേക്ക്, അതിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് ഒരു തുടർച്ചയായ റിപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് നൽകപ്പെടുന്നു. അപ്പൊ മാനേജ്മെന്റിന് അവിടുത്തെ കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ള ഒരു ഇതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്, അതിനാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? Thus, report is the essence of any management reporting system. അണ്ടർലൈൻ ചെയ്തിട്ട് ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും എസൻസ് എന്ന് പറയുന്നത് ഏതാണ്? റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ഈസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. Report provide the means of checking the performance. പെർഫോമൻസ് എങ്ങനെയാണ് എന്നത് പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ റിപ്പോർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അവരെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. Report provides the means of checking the performance. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ആ 2-3 സെന്റൻസ് അതിൽ വേണം. ഫസ്റ്റത്തെ ലൈൻ വേണം, അതിനകത്ത് ഡാഷ് ഇട്ട് വല്ലതും ചോദിക്കാം, അത് ഏതാണെന്നുള്ളത് ചോദിക്കാം. പിന്നെ അടുത്ത് പറഞ്ഞത് രണ്ടാമത്തെ റിപ്പോർട്ട് ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. പിന്നെ അടുത്ത മൂന്നാമത്തെ നോക്കിയേ, റിപ്പോർട്ട് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റത്തെ ബഡ്ജറ്റിംഗ്. നമ്മൾ ഒരു ബഡ്ജറ്റ് ഇടൂലേ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ പോലും നമ്മളൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? എന്താ? ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാണ്, അതിന് എത്രത്തോളം അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു തുക, ഒരു പൈസ,
അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് പണം ചെലവഴിക്കാൻ ഒരു പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്രക്രിയ. നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ? മണി സ്പെൻഡ് ചെയ്യുന്നത് അതിന് ആ പ്ലാനിന്റെ അനുസരിച്ചായിട്ടാണ്. ഒരു പണം ചെലവഴിക്കാൻ ഒരു പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ. പ്ലാൻ ഡിസൈൻ ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ടാ? ടു സ്പെൻഡ് മണി, പൈസ ചെലവാക്കാൻ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. ആ സ്പെൻഡിങ് പ്ലാനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മേക്കിംഗ് ദി സ്പെൻഡിങ് പ്ലാൻ അലൗസ് യു ടു ഡിസൈഡ് ഇൻ അഡ്വാൻസ് വെദർ യു വിൽ ഹാവ് ഇനഫ് മണി ടു ഡു ദീസ് തിങ്സ് യു റിക്വയർ ടു ഡു ഓർ വുഡ് ലൈക്ക് ടു ഡു. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്പെൻഡിങ് പ്ലാൻ ഉണ്ടാക്കുന്നത്, നമ്മൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ നമുക്ക് വേണ്ടത്ര പണമുണ്ടോ, നമ്മുടെ കയ്യിൽ പണമുണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ഈ ബഡ്ജറ്റിങ് നമ്മെ ഹെൽപ്പ് ചെയ്യും. എന്താണ്? നമ്മളൊരു ബഡ്ജറ്റ് ഇട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ, അല്ലെ? നമ്മളിപ്പോ ഒരു ഷോപ്പിങ്ങിന് പോവാണ്, അപ്പൊ നമുക്കൊരു ബഡ്ജറ്റ് നമ്മൾ അത് കാൽക്കുലേറ്റ് വെക്കും. അപ്പൊ ഇത്ര എമൗണ്ടിനുള്ളിൽ എടുക്കുന്നത് നമ്മൾ വാങ്ങാം, ഷോപ്പിംഗ് നടത്താം എന്നതാണ് നമ്മുടെ കണക്ക് കൂട്ടല്, അല്ലെ? അപ്പൊ അതിനകത്ത് എന്താ, നമ്മൾ അത്രയും ചെയ്യാൻ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എന്താ നമ്മുടെ ആ ആഗ്രഹിച്ച കാര്യം ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ടത്ര പണമുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാം, അല്ലെ? നമുക്ക് കയ്യിൽ അത്രയും പൈസ ഉണ്ട്, ആ ഒരു ബഡ്ജറ്റ് ഇടുമ്പോ നമുക്ക് അത് നോക്കാം. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വേണ്ടത്ര പൈസയുണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് ബഡ്ജറ്റിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. Then budgeting is merely balancing expense with the income. എന്താ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ്? ബഡ്ജറ്റിംഗ് is merely balance the expense with the income. ഇൻകവുമായിട്ട് നമ്മളൊരു ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചെലവുകൾ, ഒരു ചെലവ് വരുമാനവുമായിട്ട് സന്തുലിതമാക്കുക, ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വരുമാനം നോക്കണം, അതിനനുസരിച്ചുള്ള ചെലവായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മൾ ചെലവാക്കേണ്ടത് അതുമായിട്ട് ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ബഡ്ജറ്റിംഗ് നമ്മളെ സഹായിക്കും. ചെലവുകൾ നമ്മുടെ വരുമാനവുമായി ബാലൻസ് ചെയ്യുക മാത്രമാണ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് മെയിൻലി ബാലൻസിങ് എക്സ്പെൻസ് വിത്ത് ഇൻകം. ഇപ്പൊ ഇത്രയാണ് അതിനകത്ത് എലമെന്റ്സ് വരുന്നത്. അതിൽ ഓരോന്നിന്റെ ഫസ്റ്റ് ലൈൻ അതിന്റെ ഡെഫിനിഷൻ പോലെയാണ് തന്നിരിക്കുന്നത്. അവിടെ ഡാഷ് ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. പിന്നെ നമ്മൾ ആ റിപ്പോർട്ട്സിന്റെ നോക്കാൻ പറഞ്ഞത്. പിന്നെ സ്പെൻഡിങ് പ്ലാൻ, അതിനാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലാസ്റ്റ് ബഡ്ജറ്റിംഗ് ഈസ് മെയിൻലി ബാലൻസിങ് ദ എക്സ്പെൻസ് വിത്ത് ഇൻകം. ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചെലവുകള് ഒരു വരുമാനമായി സന്തുലിതമാക്കുക എന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഇലമെന്റ്സ് ആണ്. ആ ഇലമെന്റ്സ് ഒക്കെ നോക്കുക. അതിനകത്ത് ഓരോന്നിനും നമുക്ക് മിക്കവാറും ഇതിനകത്തുനിന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്റേഴ്സ് തന്നിട്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. ഇത് നമ്മൾ ഓരോന്നിന്റെയും ആ ഫസ്റ്റ് ലൈനും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, ഇതൊക്കെ. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ എന്തൊക്കെയാണ്? അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഏതൊക്കെയാണ്? അതിനകത്ത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഇന്റർപേഴ്സണൽ റോൾസ്, വ്യക്തിഗതമായിട്ടുള്ള വേഷങ്ങള്, വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ളത് അതാണ് ഇന്റർപേഴ്സണൽ റോൾസ്. ഇന്റർപേഴ്സണൽ അത് പേഴ്സണൽ ആണ്. അങ്ങനെയുള്ള വേഷങ്ങള്. ഇൻഫർമേഷണൽ റോൾസ്, ഇൻഫർമേഷൻ കൊടുക്കുക. ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്. ഡിസിഷണൽ റോൾസ്, തീരുമാനപരമായിട്ടുള്ള റോളുകളുണ്ട്. മൂന്നെണ്ണമാണ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ദെൻ ഡിസിഷണൽ റോൾസ്. ഇന്റർപേഴ്സണൽ വരുന്ന ഏതാ? വ്യക്തിപരമായിട്ടുള്ള വേഷങ്ങള്, റോൾസ് ഏതാ? ഫിഗർ ഹെഡ്. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞ എന്താ? തലവൻ. അത് വ്യക്തിപരമായിട്ടുള്ളതാണ്. ഒരാളാണ് അവിടെ ഫിഗർ ഹെഡ്, തലവനായിരിക്കണം. ലീഡർ, ഒരു നേതാവ്, ലീഡർ. ലിയേസൺ എന്ന് പറഞ്ഞാൽ ബന്ധം, റിലേഷൻഷിപ്പ് ആണ്.
അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അതിന്റെ ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന ഒരു ഫിഗർ ഹെഡ്, ലീഡർ, ലിയസൺ, ബന്ധം, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ടൊക്കെ കീപ്പ് ചെയ്യണം. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ, ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നതാണ്. അത് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. 3 റോളുകൾ ഇതാണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിഗർ ഹെഡ്, ലീഡർ, ലിയസൺ. ലിയസൺ എന്ന് പറഞ്ഞാൽ ബന്ധം, റിലേഷൻ. അടുത്ത് നോക്കി ഇൻഫർമേഷണൽ റോൾസ്. ഇൻഫർമേഷണൽ, നമ്മൾ ആ ഇൻഫർമേഷൻ, അറിവ് തരുന്ന ആ ഒരു റോളുകൾ ഏതൊക്കെയാ? മോണിറ്റർ, നമ്മൾ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഡിസെമിനേറ്റർ, പ്രചരിപ്പിക്കുന്ന ആള്, ഡിസെമിനേറ്റർ, പ്രചരിപ്പിക്കുന്നത്. ദെൻ സ്പോക്സ് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം. വക്താവ്, സ്പോക്സ് പേഴ്സൺ, നന്നായിട്ട് സംസാരിക്കണം. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, അല്ലെ? ഹോസ്പിറ്റലില് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അവിടെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരുമായിട്ട് എങ്ങനെ വേണം? ഒരു നല്ലൊരു വക്താവായിരിക്കണം, നന്നായിട്ട് സംസാരിക്കണം, ഒരു കമ്മ്യൂണിറ്റി സ്കിൽസുകൾ ഒക്കെ ഉണ്ടായിരിക്കണം, നന്നായിട്ട് നമ്മൾ ഒരു നല്ലൊരു വക്താവ്, നമ്മൾ സംസാരിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ അടുത്ത ഡിസിഷണൽ റോൾസ്, തീരുമാനപരമായിട്ടുള്ള വേഷങ്ങള്. എന്താണ്? എൻട്രിപ്രീനിയർ, സംരംഭകനായിരിക്കണം, സംരംഭകൻ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കണം. Then resource allocator, റിസോഴ്സ് അനുവദിക്കുന്ന ആളായിരിക്കണം. Then negotiator, negotiator നമ്മൾ പഠിച്ചല്ലേ? A person who conduct negotiation, negotiation conduct ചെയ്യുന്ന വ്യക്തി, negotiator, നല്ലൊരു ചർച്ചാകാരനും ആയിരിക്കണം. ഇതെല്ലാം ഡിസിഷണൽ റോൾസിന് വരുന്നതാണ്. എന്റർപ്രീനിയർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഓക്കെ, അപ്പൊ അതിനകത്ത് 3 റോളുകൾ ഏതൊക്കെയാന്ന് നോക്കാലോ. അതിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അവിടെ. ഇനി അവർക്ക് എന്തൊക്കെ കഴിവുകൾ വേണം? സ്കിൽസ് നീഡ്. ഒരു അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട കഴിവുകൾ, എന്തൊക്കെ സ്കില്ലുകൾ വേണം? ഓക്കെ, ടെക്നിക്കൽ സ്കില്ല് വേണം, ടെക്നിക്കൽ ആയിട്ടുള്ളത്. ഹ്യൂമൻ സ്കിൽസ്, ദെൻ കൺസെപ്ച്വൽ സ്കിൽസ്. കൺസെപ്ച്വൽ എന്താ? ഒരു മനസ്സാ കാണാൻ, എല്ലാത്തിനെയും ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് വേണം. ഈ മനസ്സുകൊണ്ട് നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിച്ചതേയും മനസ്സുകൊണ്ട് കാണാൻ, നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മനസ്സാ കാണാനുള്ള ഒരു കഴിവ് വേണം. ഹ്യൂമൻ സ്കില്ല് വേണം. ടെക്നിക്കൽ സ്കിൽസ് വേണം. ടെക്നിക്കൽ സ്കില്ലിൽ വരുന്ന ഏതാണ്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ആ ഒരു ഫീൽഡില് നല്ലൊരു അറിവും എക്സ്പേർട്ടും ആയിരിക്കണം എന്ന് ആണ് ടെക്നിക്കൽ സ്കില്ല്. ഒരു സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ. ഇതൊക്കെയാണ് നോളജ് ഇൻ എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഒരു പ്രത്യേക ഫീൽഡില് അതിനെക്കുറിച്ച് നല്ല അറിവും നല്ല എക്സ്പേർട്ടും ആയിരിക്കണം. ഹ്യൂമൻ സ്കിൽസിൽ പറഞ്ഞേതാ? ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. എന്താണ്? HR, ഹ്യൂമൻ റിലേഷൻ, ഇതിനകത്തൊക്കെ പറഞ്ഞേതാ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള, നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള, വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. Then conceptual skills, the capacity to think and അവിടെ ഒരു വേർഡാണ്, അത് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ എഴുതുക. കൺസെപ്ച്വലൈസ് നോക്കുക. CONCEPTUALIZE, കൺസെപ്ച്വലൈസ്, മനസ്സാ കാണൽ. CONCEPTUALIZE, കൺസെപ്ച്വലൈസ്, മനസ്സാ കാണൽ. അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ നിഗൂഢമായിട്ടുള്ള, സങ്കീർണമായ അല്ലെങ്കിൽ നിഗൂഢമായ, അതാണ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. അബ്സ്ട്രാക്ട്. ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വിത്ത് കൺസേൺ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയെ ബാധിക്കുന്ന രീതിയിലുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങള്,
അതിനെ മനസ്സാ കാണാനുള്ള, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള ഒരു കഴിവ് വേണം. ടു തിങ്ക് ആൻഡ് കൺസെപ്റ്റലൈസ്, ചിന്തിക്കാനും മനസ്സാ കാണാനുമുള്ള ഒരു കഴിവ് വേണം. സംഘടനയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവ് വേണം. ഇത് മൂന്നും സ്കിൽസിൽ വരുന്നതാണ്. ടെക്നിക്കൽ, ഹ്യൂമൻ സ്കിൽ, കൺസെപ്റ്റൽ സ്കിൽസ്. ഓക്കെ, അതൊന്ന് ടിക്കറ്റ് വെച്ചോ കേട്ടോ. 3 സ്കില്ലുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കി വെക്കുക. നെക്സ്റ്റ് നോക്കി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Hospital administration is all about running the department in a smooth manner. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിക്കുക, സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ഭരണം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മള് ആദ്യമൊക്കെ ഇൻട്രൊഡക്ഷനിലൊക്കെ ഇത് പറഞ്ഞതാണ് കുറെയൊക്കെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ നടത്തുക എന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് നോക്കി, ഓൾദോ സം റോൾസ് മേ ഇൻവോൾവ് ഇൻ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, മേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മെയിൻറ്റെയിൻ ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട്. അപ്പൊ അവരുടെ ജോലിയില് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, നേരിട്ടുള്ള രോഗി പരിചരണം അതിനകത്ത് ഉൾപ്പെടാമെങ്കിലും many hospital administrators maintain little to no patient contact. എന്ന മിക്ക അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യന്റുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവരല്ല. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബിൽ വരുന്നതാണ്. നേരിട്ടുള്ള രോഗി പരിചരണം എന്നുള്ളത് ഡയറക്റ്റ് പേഷ്യൻസ് കെയർ. അങ്ങനെ വരാമെങ്കിലും എന്താ പറഞ്ഞേക്കോ, ഓൾദോ സം റോൾസ് മേ ഇൻവോൾവ് ഡയറക്റ്റ് പേഷ്യൻസ് കെയർ ഉൾപ്പെടാമെങ്കിലും പല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് പേഷ്യന്റ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. They may have a variety of responsibilities. അവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഏതൊക്കെയാന്നൊക്കെ ഇത് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ലൈക്ക് മാനേജിങ് ഫിനാൻസ്, ഫിനാൻസ് മാനേജ് ചെയ്യുക. Ensuring the department meets regulatory needs. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. എൻഷുറിങ്, ഉറപ്പുവരുത്തുക. The department means regulatory needs. എന്താണ് ആവശ്യങ്ങള്, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള്, ഇതൊക്കെ ഉറപ്പുവരുത്താനും ആൻഡ് ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, ഹൈ ക്വാളിറ്റി സ്റ്റാഫിനെ നിയമിക്കാനുള്ള ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെയാ അതിനകത്ത് വരുന്നതെന്ന് നോക്കിയേ. റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഏതൊക്കെയാ ഒന്നാണ് ലൈൻ ചെയ്തിട്ട്. മാനേജിങ് ഫിനാൻസ്, ensuring the department meets regulatory needs and hearing high quality staff. High quality staffനെ നിയമിക്കാനുള്ള ഒരു അധികാരവും ഉണ്ട്. These professionals can find work in a variety of healthcare organizations which consist of hospital, clinics, corporation and government agencies. Okay, ഈ പ്രൊഫഷണലുകൾക്ക് these professionals can find work. അവർക്ക് എവിടെ ജോലി കണ്ടെത്താനോ എന്ന് പറഞ്ഞേക്കണേ. പിന്നെ വെറൈറ്റി ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, പലതരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ വരുന്ന ഹോസ്പിറ്റലുകളില്, ക്ലിനിക്കുകള്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസിലൊക്കെ ഈ പ്രൊഫഷണലുകൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. ദീസ് പ്രൊഫഷണൽ ക്യാൻ ഫൈൻഡ് വർക്ക്. ഇവിടെ നമുക്ക് വർക്ക് കണ്ടെത്താൻ പറ്റും ഈ സ്ഥലങ്ങളിലൊക്കെ. ഇവിടേക്കാണ് വെറൈറ്റി ഓഫ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ, ക്ലിനിക്സ്, കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. ഇവിടെയൊക്കെ വർക്ക് കണ്ടെത്താനാക്കും. ഇനി അടുത്തൊരു പേജ്, അടുത്ത പാരഗ്രാഫ് നോക്കിയേ. Hospital administrator coordinate all departments within a healthcare facility. Healthcare facility le ella departmentineyum coordinate ചെയ്യുക and to make sure that they function as a whole. മൊത്ത
മൊത്തത്തില് അതിന്റെ പ്രവർത്തനങ്ങള് എല്ലാരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിച്ച് അവ മൊത്തത്തില് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. Their proficiency is needed to, അവരുടെ പ്രാഗൽഭ്യം, പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം എന്ന് പറയാം. പ്രാവീണ്യം എവിടെ ആവശ്യമാണ്? Their proficiency is needed to execute, നടപ്പിലാക്കുക, നിർവഹിക്കുക, പ്ലാൻ, ആസൂത്രണം ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ, ആൻഡ് മോണിറ്ററിംഗ്, ഇതിനെല്ലാത്തിനും ദ ഔട്ട്കം ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, മെഡിക്കൽ ഹെൽത്ത് സർവീസുകളിലൊക്കെ മോണിറ്റർ ചെയ്യാനും അത് നിർവഹിക്കാനും പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രാവീണ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം ആവശ്യമാണ്. Though the role of the hospital administrator differ from one situation to the institution to the next. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കും? എവിടെ? From one institution to next. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ വരുമ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബ് വ്യത്യാസപ്പെട്ടിരിക്കും. ഡ്യൂട്ടീസ് മസ്റ്റ് ഓഫൺ ഇൻക്ലൂഡ്സ്, എന്നാൽ ഡ്യൂട്ടീസുകൾ താഴെ പറയുന്നതാണ്. അതിന്റെ ചുമതലകളിലും മിക്കതും താഴെ പറയുന്നവ ഉൾപ്പെടുന്നു. അതാണ് അതിന്റെ ഡ്യൂട്ടീസ് വരുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് താഴെ പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ ഫ്രം വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു നെക്സ്റ്റ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ ആകണമെന്നില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ മാറുന്നതിന്റെ അനുസരിച്ച്, വ്യത്യാസപ്പെടുന്നതിന്റെ അനുസരിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വ്യത്യാസം വരാം. റോള് വ്യത്യാസം വരാം എങ്കിലും അവരുടെ ഡ്യൂട്ടീസ് താഴെ പറയുന്നവയ്ക്കാണ് വരുന്നത്. ഡ്യൂട്ടീസിൽ നോക്കിയ ഫസ്റ്റ് പോയിന്റ്, സെർവിംഗ് ആസ് കോണ്ടാക്ട് അബൌട്ട് ഗവേണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഗവേണിംഗ് ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ ഒരു കോണ്ടാക്ട്, സമ്പർക്കം പുലർത്തുക. Serving a contact among governing board, medical staff and department heads എന്നിവർക്കിടയിൽ ഒരു കോണ്ടാക്ട്, ഒരു സമ്പർക്കം പുലർത്തുക. അടുത്ത് നോക്കിയ റിക്രൂട്ടിംഗ്, നിയമിക്കുക, തിരഞ്ഞെടുക്കുക. റിക്രൂട്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിയമിക്കുക, റിക്രൂട്ടിംഗ്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നിയമിക്കുക കേട്ടോ. റിക്രൂട്ട് എന്നുള്ളത് അപ്പൊ തിരഞ്ഞെടുക്കുക എന്ന് എഴുതിയാൽ മതി. റിക്രൂട്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഹിയറിംഗ്, നിയമിക്കുക. ആൻഡ് അസസിങ് എന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക. അസസിങ്. അസസിങ്, വിലയിരുത്തുക. ആരെ? നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോ നേഴ്സുമാരെ, ഡോക്ടേഴ്സിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററിനെ ഒക്കെ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക, ഹിയറിംഗ്, നിയമിക്കുക, അവരെ അസിസ്റ്റ് ചെയ്യുക, വിലയിരുത്തുക. അസസിങ്. അടുത്ത പോയിന്റ് നോക്കിയേ, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസസ് ആസ് ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സർവീസുകൾ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക, ആൻഡ് കോർഡിനേറ്റിംഗ്, അതിനെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. എങ്ങനെയാ? ഡയറക്റ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ ബോർഡ്. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, നാലാമത്തെ, supervising the creation and implementation of programs and policies for patient services, quality assurance, public relation outreach and departmental activities.
പേഷ്യന്റ് സർവീസുകൾ, പേഷ്യന്റിന്റെ സേവനങ്ങള്, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പുവരുത്തുക, പബ്ലിക് റിലേഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ്, ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങള് എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകള്, ഓക്കെ, പ്രോഗ്രാമുകളും പോളിസികളും എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാമുകളും പോളിസികളും നടപ്പിലാക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക, ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക, ഓരോ വേർഡ്സ് നോക്കാട്ടോ. ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും എന്ത് ചെയ്യണം? സൂപ്പർവൈസിങ്, മേൽനോട്ടം വഹിക്കണം. പേഷ്യന്റ് സർവീസസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ, ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ്, ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും സൃഷ്ടിക്കുകയും നടപ്പിലാക്കുകയും അതിനുള്ള മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. നടപ്പിലാക്കുന്നതിനൊക്കെ ഉള്ള ഒരു സൂപ്പർവൈസിങ് അല്ലെങ്കിൽ ഓവർസീയിങ്, അതിനെ മേൽനോട്ടം വഹിക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, advancing and expanding programs and services for scientific research and preventive medicine. Scientific research ലും preventive medicine ലുമുള്ള പ്രോഗ്രാംസുകൾ, മെഡിസിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളും സർവീസുകളും അത് അഡ്വാൻസിങ്, മുന്നേറുകയും അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, ഡെവലപ്പിംഗ് എന്ന് പറയാം കേട്ടോ, വികസിപ്പിക്കുകയും അത് എന്താ ചെയ്യുക, അതിന് മുന്നേറുകയും ചെയ്യുക. എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ഉണ്ട്, പ്രോഗ്രാംസ് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്. ഇതിനു വേണ്ടിയിട്ടാ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകള് എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുകയും അതിന് മുന്നേറുകയും ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ ഡ്യൂട്ടീസ് പറയുന്നത്. ഇനിയും കുറെ പഠിക്കാനുണ്ട്, എങ്കിലും ഈ പോയിന്റ്സുകൾ ഒന്ന് ടിക്കറ്റ് വെച്ചോ, നിങ്ങളൊന്ന് നോക്കിപ്പോക്കോ. ഇന്നത്തെ ഓപ്ഷൻസ് എങ്ങനെയാ തരാന്ന് അറിയില്ലല്ലോ. ഡ്യൂട്ടീസ് വേറെ നമുക്ക് അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇനി സെക്ഷനിൽ പഠിക്കാണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് ഇതൊക്കെ തന്നെയാണ്, പല രീതിയിൽ മാറ്റിമറിച്ചൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ. കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചാൽ ഏകദേശം നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന പോയിന്റ്സ് ഏതാണെന്നൊന്ന് മനസ്സിലാക്കാൻ അറിയാൻ പറ്റുമല്ലോ. അതനുസരിച്ച് പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. നമ്മളെ പേജിന്റെ ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ജസ്റ്റ് ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അതിനകത്ത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. Managing finance, ensuring the department meets regulatory needs and caring high quality staff എന്നുള്ളത് അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. അത് ജസ്റ്റ് ആ പോയിന്റ്സുകൾ ഒന്ന് ടിക്കറ്റ് വെച്ചേരെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് നോക്കി, hospital administrators have to stay current on any laws and regulations that affect the healthcare or hospital industry as well as medical and technological progress. ഒരു ഹെൽത്ത് കെയറിനെയോ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയോ ഒരു ഹോസ്പിറ്റൽ വ്യവസായത്തെയോ നിങ്ങൾ ലാസ്റ്റ് തുടർന്ന് നോക്കട്ടോ. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയോ ഹെൽത്ത് കെയറിനെയോ ഒക്കെ ബാധിക്കുന്ന, അഫക്ട് ദ ഹെൽത്ത് കെയർ ഓർ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി. ഒരു ഹെൽത്ത് കെയറിനെയോ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയൊക്കെ അല്ലെങ്കിൽ അതുപോലെ പറയുന്നുണ്ട് ആസ് വെൽ ആസ് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. വൈദ്യശാസ്ത്രവും സാങ്കേതികപരമായിട്ടുള്ള പുരോഗതിയെയൊക്കെ ബാധിക്കുന്ന ഏതെങ്കിലും ലോസിലും റെഗുലേഷൻസ്, നിയമങ്ങളിലും ചട്ടങ്ങളിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നിലനിൽക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സ്റ്റേ, എങ്ങനെ നിലനിൽക്കണം, കറന്റ് ഓൺ എനി ലോസ് ആൻഡ് റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളിലും ചട്ടങ്ങളിലും നിലനിൽക്കണം.
എങ്ങനെയുള്ളതാ? ദാറ്റ് അഫക്ട് ദ എന്തിനെ അഫക്ട് ചെയ്യുന്ന? ഹെൽത്ത് കെയർ ഓർ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നിവയുടെ ഒക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലോസിലും റെഗുലേഷൻസിലും ഒക്കെ ഹോസ്പിറ്റൽ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നിലനിൽക്കണം. ഏതെങ്കിലും നിയമങ്ങളിലും ചട്ടങ്ങളിലും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നിലനിൽക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആസ് എ ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ്, തീർച്ചയായും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ്. ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഒരു ബിസിനസ് നേതാവ്, ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നമ്മള് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ആസ് എ ബിസിനസ് ലീഡർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ് ഏതൊക്കെയാ? ലോങ് ടൈം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം ചെയ്യണം. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. അടുത്തത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്. ഒബ്ജക്റ്റീവ്സ് ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രവർത്തന ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ബഡ്ജറ്റുകളും ചെലവുകളും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ചെലവുകളും ബഡ്ജറ്റുകളും അങ്ങനെ പറഞ്ഞാൽ മതി. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്, ഒബ്ജക്റ്റീവ്സും ബഡ്ജറ്റ്സും ഇതൊക്കെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്നുള്ള മീനിങ് കേട്ടോ. ഓപ്പറേറ്റിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ബഡ്ജറ്റ്സ്, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസുകളുടെ സിസ്റ്റമാറ്റിക് ഡെലിവറി, ചിട്ടയായിട്ടുള്ള ഒരു വിതരണം. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസിന്റെ ചിട്ടയായിട്ടുള്ള ഒരു വിതരണം. അടുത്ത നോക്കി ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട്. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതെല്ലാം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യമാണ്. എങ്ങനെ? ആസ് എ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കുന്ന കാര്യങ്ങൾ. ലോങ് ടേം പ്ലാനിങ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്, ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഹോസ്പിറ്റൽ പോളിസി changes. Their strong interpersonal skills are needed when overseeing and mentoring. Mentoring എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം. നോക്കിയ ഒരു സെന്റൻസ് ഇത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം കേട്ടോ. മെന്റോറിംഗ് എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം. Staff interacting with the community and cooperating with the governing board. ഇവിടെ എന്താ പറഞ്ഞത്? ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന സ്റ്റാഫുകൾ. സ്റ്റാഫ് ഇന്ററാക്ടിങ് വിത്ത് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന ജീവനക്കാരെ എന്ത് ചെയ്യുക? ഓവർസീ, മേൽനോട്ടം വഹിക്കുകയും അവരുടെ മാർഗനിർദ്ദേശം നടത്തുകയും വേണം. അതിനോടൊപ്പം തന്നെ ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഗവേണിംഗ് ബോർഡ്സ്, ഗവേണിംഗ് ബോർഡ് ഭരണസമിതിയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ എന്ത് വേണം? ശക്തമായിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. കണ്ടോ? നമ്മൾ നോക്കിയേ, ദ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അവരുടെ ശക്തമായ വ്യക്തിഗത കഴിവുകൾ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. എന്തിനാണ്? when overseeing and mentoring staff interacting with the community and cooperating with the governing board. അപ്പം നോക്കിയേ, ആ സ്റ്റാഫ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായി ഇടപെടുന്ന സ്റ്റാഫുകളെ മേൽനോട്ടം വഹിക്കുകയും അവരെ ഒരു മാർഗനിർദ്ദേശം നടത്തുകയും അതുപോലെ ഭരണസമിതിയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം? their strong interpersonal skills are needed. അവരുടെ വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ ആവശ്യമാണ്. ക്ലിയർ ആയോ? their strong interpersonal skills are needed. എപ്പോഴാണ് വേണ്ടത്?
ഒരു കമ്മ്യൂണിറ്റിയുമായി ഇടപെടുന്ന സ്റ്റാഫുകളെ മേൽനോട്ടം വഹിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശവും കൊടുക്കുമ്പോഴും ഗവർണിംഗ് ബോർഡുകളുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോഴും എന്ത് വേണം? അവരുടെ വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ ആവശ്യമാണ്. ഇനി അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ് ആണ് പറയുന്നത്, ജോലികളാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം, അതും ചോദിക്കാറുണ്ട് കേട്ടോ. അല്ല അതിനെക്കുറിച്ച് അവിടെ ഒരു ചെറിയൊരു സെന്റൻസ് അവിടെ വരുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ് എന്ന് പറയുന്നത് ഇൻ വിസിറ്റ് ടു ഹോസ്പിറ്റൽ which may range from small community hospital to massive multi-hospital system. These healthcare administrator may also work for. അപ്പോൾ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ ഒരു വലിയ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം, മൾട്ടി സംവിധാനം വരെയുള്ള ഹോസ്പിറ്റലുകൾക്ക് പുറമെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ ഈ ഒരു താഴെ പറഞ്ഞേക്കുന്ന മേഖലകളിലും എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ ഒരു ബൃഹത്തായ ഒരു വലിയ മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനം വരെയുള്ള ആശുപത്രികൾക്ക് പുറമെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇതിനായി പ്രവർത്തിക്കണം. ഏതൊക്കെ കാര്യങ്ങളാന്ന് വെച്ച് നോക്കിയേ, ഏതിനൊക്കെ വേണ്ടി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്രവർത്തിക്കാം? ഹോസ്പിറ്റലിന് പുറമെ ആട്ടോ, ഹോസ്പിറ്റലിന് പുറമെ ഈ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ വരെയുള്ള ആ ഒരു വലിയ ഹോസ്പിറ്റലിന് പുറമെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇവിടെ പ്രവർത്തിക്കാം. ഫസ്റ്റ് നോക്കി, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, പുനരധിവാസ സൗകര്യങ്ങള്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞാണ്. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികൾ, പുനരധിവാസ സൗകര്യങ്ങൾ, അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. അടുത്ത് നോക്കി, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്. ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിലൂടെ കൊടുക്കുന്നതാണ് ആംബുലേറ്ററി കെയർ സെറ്റിംഗ്സ്. നമ്മുടെ ചെറിയ ചെക്കപ്പുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഇതൊക്കെ കൊടുക്കൂലേ, അത് ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ കൊടുക്കുന്നത് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്. അവിടെ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, പല പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് ചേർന്നൊക്കെ വർക്ക് ചെയ്യുന്ന രീതി, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകളിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ സെന്റേഴ്സ്, അത് പഠിച്ചാൽ ഇൻട്രൊഡക്ഷനില് ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ നമ്മള് എന്താണ് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന സ്ഥാപനമാണ് ഹോസ്പിറ്റൽ സെന്റേഴ്സ്. അവിടെ വർക്ക് ചെയ്യാം. ദെൻ ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസേഴ്സിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, നിയന്ത്രണ പരിചരണ സംഘടനകളിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ എന്നീ മേഖലകളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും. നമ്മുടെ പോസ്റ്റ് കോൺവിന്റെ അത് എന്തായാലും ഉണ്ടാവും. അതിന്റെ ഏതെങ്കിലും ഒരു ലെറ്റർ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അതും മിക്ക എക്സാമ്പിളുകളും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ വലിയ ഹോസ്പിറ്റലിന് പുറമെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എവിടെയെല്ലാം വർക്ക് ചെയ്യാം. ഇതിന്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ആ പേരുകൾ മാത്രം നോക്കാം. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, ഹോസ്പിറ്റൽ സെന്റേഴ്സുകളിൽ, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ, ഫിസിഷ്യൻ ഓഫീസേഴ്സ്, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ലോങ് ടൈം കെയർ ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ജീവിതാന്തം കെയർ കൊടുക്കുന്ന, ലോങ് ടൈം കെയർ കൊടുക്കുന്ന ഇതാണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി. അവിടെ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. പേഷ്യന്റിന്റെ ഹോമിൽ വീട്ടിൽ തന്നെ കൊടുക്കൂലേ കെയറുകളൊക്കെ കൊടുക്കുന്നതാണ് ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, നിയന്ത്രിത പരിചരണ സംഘടനകളിലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഞാൻ ഇത് നോക്കി, ഇതൊന്ന് നോക്കാട്ടോ, അതൊന്ന് ടിക്കറ്റ് വെച്ചേക്ക് എല്ലാവരും ഇവിടെയൊക്കെ വർക്ക് ചെയ്യണം. നെക്സ്റ്റ് അല്ലെങ്കിൽ ഇത്രയും മതി കേട്ടോ. നമുക്ക് ആദ്യത്തെ അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ഇന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തതൊന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ എലമെന്റ്സില് എല്ലാം അതിനൊക്കെ ക്ലിയർ ആവുന്നില്ലേ ക്വസ്റ്റ്യൻസ്? പോസ്റ്റ്കോൾപ്പില് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാം. പിന്നെ അതിനകത്ത് ഓരോന്നിന്റെ ആ ഡെഫിനിഷൻ ഇല്ലേ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ ആ വൺ വേർഡ്സ് ആ ഡാഷ് ഇട്ടിട്ട് വേണമെങ്കിൽ തരാം. അപ്പൊ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കൊടുക്കാം. പിന്നെ അടുത്തത് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റോള്, അതിന് 3 പറഞ്ഞു. അത് ഏതൊക്കെയാണുള്ളത് അതൊന്ന് നോക്കി വെക്കാം. പിന്നെ സ്കിൽസുകൾ നോക്കിയാൽ മതി, ഏതൊക്കെ സ്കില്ലാണുള്ളത് നോക്കുക. ടെക്നിക്കൽ, ഹ്യൂമൻ സ്കിൽസ്, കൺസെപ്ച്വൽ സ്കില്ല് അത് നോക്കുക. പിന്നെ നമ്മുടെ പാരഗ്രാഫാണ്, അതിൽ ഞാൻ ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തെല്ലാം പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാനായിട്ട്. ഹോസ്പിറ്റലിലുള്ള മാനേജ്മെന്റ്, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസാ പറഞ്ഞത്, അതൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് നോക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിന് പുറമെ ഈ സ്ഥലങ്ങളിലും ഒക്കെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അത്രയൊന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി അടുത്ത് എടുക്കാം. കാര്യം ഒന്ന് 2 മിനിറ്റ് ഉണ്ട്, മതി. രാവിലെ മുതൽ നല്ല സുഖമില്ല, തലവേദനയും ഒക്കെ കൂടി പറയാം. ബാക്കിയൊക്കെ നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടല്ലോ, ബാക്കിയൊക്കെ അന്നേരം നോക്കാം കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് വൈകിട്ട് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളുടെ ഒരു ക്ലാസ് മിസ്സാക്കണ്ടല്ലോ. നമുക്ക് ആകെ ആഴ്ചയിൽ 2 ക്ലാസ്സേ കിട്ടുള്ളൂ. തീരെ വയ്യ, ക്ലാസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് കയറിയതാണ്. അതുകൊണ്ട് ലീവ് പോലും എടുത്തില്ല. ഓക്കെ, നിങ്ങളത് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ.